സുഹൃത്തുക്കളെ, ശാസ്ത്രരംഗത്തും ഇപ്പോൾ വലിയ പോരാട്ടവും ശത്രുതയും മുറുകുകയാണ്. ഒരു ഭാഗത്ത് ശതകോടീശ്വരനായ ഇലോൺ മസ്കാണ്, മറ്റൊരു ഭാഗത്ത് ചൈനയുടെ ഡീപ് സീക്ക്, വേറൊരു ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ രംഗത്ത് ആദ്യ ചുവടുവെച്ച ചാറ്റ് ജിപിടിയുടെ ഫൗണ്ടറായ CEO ആയിട്ടുള്ള സാം ആൾട്ട്മാൻ, അയാൾക്കെതിരെയാണ് ഇപ്പോൾ ഇലോൺ മസ്കിന്റെ രംഗപ്രവേശം. ഏറ്റവും ശ്രേഷ്ഠമെന്നും തെറ്റുകൾ തിരുത്താൻ സാധിക്കുന്ന വിധത്തിലും ചുറ്റുപാടുകളെ തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുമാണ് ഇപ്പോൾ ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് 3 രംഗപ്രവേശം ചെയ്യുന്നത്. ഇത് ഇതുവരെ ലോകത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികതയും വെല്ലുവിളിക്കുന്നതും പരാജയപ്പെടുത്തുന്നതുമാണ് എന്ന് ശതകോടീശ്വരനായിട്ടുള്ള ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ രാക്ഷസൻ അവകാശപ്പെടുകയാണ്. അതിരൂക്ഷമായ വിമർശനവുമായി ജിപിടിയുടെ CEO രംഗത്തെത്തിയിട്ടുണ്ട്. ചൈനയുടെ ഡീപ് സീക്കിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അത് ഏതു പ്രദേശത്തും ആർക്കും യഥേഷ്ടം ഉപയോഗിക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നെങ്കിൽ AI-യുടെ പ്ലാറ്റ്ഫോം കൃത്യമായും ഒരു മൂലധന അധിഷ്ഠിതമായ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ ഡീപ് സീക്ക് ചൈന കണ്ടെത്തിയതോടുകൂടി അതിന്റെ പ്രചാരം ലോകത്തിലെങ്ങും വർദ്ധിക്കുകയും ഇലോൺ മസ്കിന്റെ AI-ക്ക് ഇടിവ് സംഭവിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ പുതിയ ഗ്രോക്ക് 3 AI പ്ലാറ്റ്ഫോമുമായി അദ്ദേഹം രംഗത്തെത്തിയിട്ടുള്ളത്. ലോകത്തെ മുഴുവൻ വിറപ്പിക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ AI പഠനങ്ങൾ ഇപ്പോൾ ഈ ശതകോടീശ്വരനായ അമേരിക്കക്കാരൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഏറ്റവും വലിയ വലങ്കൈയായി അയാൾ മാറിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ട്രംപിനെയും ഇയാൾ വിഴുങ്ങുമോ എന്ന സംശയവും ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ശാസ്ത്രത്തിന്റെയും ശാസ്ത്രീയമായ മുഴുവൻ കണ്ടുപിടുത്തങ്ങളെയും നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത കാലത്തായി ഇലോൺ മസ്ക് രംഗത്ത് കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇപ്പോൾ നാം കാണുന്ന ജീസസ് ക്രൈസ്റ്റിന്റെ ചിത്രം ജീസസ് ക്രൈസ്റ്റിന്റെ യഥാർത്ഥ ചിത്രമല്ല എന്നും പുതിയ ജീസസ് ക്രൈസ്റ്റിന്റെ ചിത്രം അയാൾ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇത് ഗവേഷണങ്ങളുടെയും പര്യവേഷണങ്ങളുടെയും ഫലമായി കണ്ടെത്തിയതാണ് എന്നാണ് ഇപ്പോൾ അയാൾ അവകാശപ്പെട്ടിരിക്കുന്നത്. അതിനെയും പലരും അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. ശാസ്ത്രം മനുഷ്യനെ വിഴുങ്ങുമോ എന്ന ഒരു നിലയിലേക്ക് ഇപ്പോൾ ലോകത്ത് പലരും സംശയം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നതോടുകൂടി വാസ്തവത്തിൽ മനുഷ്യന്റെ ആവശ്യകത തന്നെ ഭാവിയിൽ ഇല്ലാതായി തീരുന്നതും, അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു പഠനത്തിൽ പറയുന്നത്, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമൂഹത്തിലാകെ വ്യാപിക്കുമ്പോൾ മനുഷ്യർക്കിനിയും അവരുടെ സുഖസൗകര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരുമോ എന്ന സന്ദേഹവും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ലോകത്തിന് എത്രമാത്രം ഗുണം ചെയ്യും, ഇത് ലോകത്തെ എത്രമാത്രം സർഗാത്മകമായി മുന്നോട്ട് നയിക്കും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പും ഇല്ല.